ശ്രീരാമകൃഷ്ണ വചനാമൃതം. സവകഥാമൃതം സപ്തജീവനം കവിഭിരീഡിതം കൽമഷാപഹം ശ്രവണമംഗളം ശ്രീമദാദതം നന്ദിതേ ഭൂരിദാജന. അനിത്യമസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം. അനിത്യമസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം. മുക്തിവിഘ്നം കാമിനി കാഞ്ചനം. ശ്രീരാമദേവൻ. ജീവന്മാർ 4 തരത്തിലുണ്ടെന്ന് പറയപ്പെടുന്നു. ബദ്ധജീവന്മാർ, മുമുക്ഷുജീവൻ, മുക്തജീവൻ, നിത്യജീവൻ. ഈ ലോകം ഒരു വല പോലെയാണ്. ജീവന്മാർ മീനുകളും. സ്വമായ കൊണ്ട് ഈ ലോകത്തെ നിർമ്മിച്ച ഈശ്വരൻ മീൻപിടുത്തക്കാരനും. മത്സ്യം വലയിൽ അകപ്പെട്ടാൽ ചിലവ വല പൊട്ടിച്ച് ചാടാൻ ശ്രമിക്കുന്നു, അതായത് മുക്തരാകാൻ പ്രയത്നിക്കുന്നു. ഇവരെ മുമുക്ഷു ജീവന്മാരെന്ന് പറയാം. ഓടാൻ നോക്കുന്നവർക്കെല്ലാം ഓടാൻ കഴിയുന്നില്ല. 2 or 4 എണ്ണം ലിക്കോന്ന് പുറത്തു ചാടുന്നു. അതാ പോയി ഒരു വലിയ മീൻ എന്ന ആളുകൾ വിളിച്ചു പറയുന്നു. ഈ 3-4 പേരാണ് മുക്തജീവന്മാർ. ചില മത്സ്യങ്ങൾ സ്വഭാവേന തന്നെ വളരെ കരുതലുള്ളവയാണ്. അവ ഒരിക്കലും വലയ്ക്കകത്ത് പെടുന്നില്ല. നാരദാദി നിത്യജീവന്മാർ ഒരു കാലവും സംസാര ജലത്തിൽ പെടുന്നില്ല. എന്നാൽ അധികം മത്സ്യങ്ങളും വലയിൽ അകപ്പെടുന്നു. വലയിൽ പെട്ടെന്നോ ചത്തുപോകുമെന്നോ അവ അറിയുന്നതേയില്ല. അവ വലയിൽ പെട്ടപാടെ വലയും കൊണ്ട് പരക്കം പാഞ്ഞ് ചെളിയിലാണ്ട് ഒളിച്ചു കിടക്കാൻ നോക്കുന്നു. പുറത്തു പോകാനുള്ള യാതൊരു പ്രയത്നവുമില്ല. അതുമാത്രമല്ല, കൂടുതൽ ആഴത്തിൽ ചെളിയിൽ പുതഞ്ഞു പോകുന്നു. ഇവരാണ് ബദ്ധജീവന്മാർ. വലയ്ക്കകത്താണ് അവർ താമസം. പക്ഷേ തങ്ങൾക്ക് അവിടെ ബഹുസുഖമാണെന്നാണ് അവരുടെ വിചാരം. ബദ്ധജീവൻ സംസാരത്തിൽ, അതായത് കാമിനി കാഞ്ചനത്തിൽ ആസക്തനായി കിടക്കുന്നു. കളങ്കരാശിയിൽ മുങ്ങിക്കിടക്കുന്നു. എന്നിട്ടും വിചാരം താൻ സുഖമായിരിക്കുന്നു എന്നാണ്. മുമുക്ഷുക്കളും മുക്തന്മാരും സംസാരത്തെ ഒരു കിണറായി കരുതുന്നു. അവർക്കത് സുഖമായി തോന്നുന്നില്ല. അതിനാൽ ചിലർ ജ്ഞാനലാഭത്തിന് ശേഷം, ഭഗവത് ദർശനത്തിന് ശേഷം ശരീരം ഉപേക്ഷിക്കുന്നു. പക്ഷേ അത്തരം ശരീരത്യാഗം വളരെ ദുർലഭമാകുന്നു. ബദ്ധജീവന്റെ ലക്ഷണം. ശ്രീരാമദേവൻ. ബദ്ധജീവന്മാർക്ക് സംസാര ജീവന്മാർക്ക് ഒന്നുകൊണ്ടും വെളിവുണ്ടാവുകയില്ല. എന്തെല്ലാം ദുഃഖങ്ങൾ, എന്തൊക്കെ വഞ്ചനകൾ സഹിക്കുന്നു, എന്തെല്ലാം ആപത്തിൽപ്പെടുന്നു, എന്നിട്ടും കണ്ണു തുറക്കുകയില്ല. ഒട്ടകത്തിന് മുൾച്ചെടി വലിയ ഇഷ്ടമാണ്. എന്നാൽ തിന്നുന്തോറും വായിൽ നിന്ന് ചോര കൂടുതൽ പൊട്ടിയൊലിക്കുന്നു. എന്നാലും വേണ്ടില്ല, ആ മുൾച്ചെടി തന്നെ തിന്നും, വിടില്ല. ലൗകിക മനുഷ്യൻ എന്തുമാത്രം ശോകതാപങ്ങൾ തിന്നുന്നു, എന്നാലും വേണ്ടില്ല. 4 നാൾ കഴിഞ്ഞാൽ പഴയപടി ഭാര്യ മരിച്ചുപോയി, അല്ലെങ്കിൽ അവൾ പുംസ്റ്റലിയായി. എന്നാലും കൊള്ളാം, പിന്നെയും പോയി വേറെ പെണ്ണ് കെട്ടും. മകൻ മരിച്ചുപോയി, എന്തൊരു സങ്കടമാണ്. കുറച്ച് ദിവസം കഴിഞ്ഞ് ഒക്കെ മറന്നു. ആ കുട്ടിയുടെ അമ്മ സങ്കടം സഹിക്കാനാവാതെ വീണ അവൾ കുറച്ച് ദിവസം കഴിഞ്ഞിതാ മുടിവി നിൽക്കുന്നു, ആഭരണങ്ങൾ അണിയുന്നു. ഇത്തരം മനുഷ്യരെ പെൺപിള്ളേരെ കെട്ടിക്കൊടുത്ത് പാപ്പരെഴുതുന്നു. എന്നിട്ടും ആണ്ടുതോറും പെൺപിള്ളേരെ ജനിപ്പിക്കുന്നു. കോടതി കയറി ഒക്കെ മുടിഞ്ഞു പിന്നെയും പോകും വ്യവഹാരത്തിന്. ഉണ്ടായ പിള്ളേർക്ക് തന്നെ തിന്നാൻ കൊടുക്കാനില്ല, ഉടുക്കാനുമില്ല, പഠിപ്പിക്കാൻ വഴിയില്ല, താമസിപ്പിക്കാൻ നേരെ വീടില്ല. എന്നാലും ആണ്ടോടാണ്ട് പിള്ള പിറക്കും. ഇനിയും ലൗകിക മനുഷ്യൻ ചിലപ്പോഴൊക്കെ തുരപ്പനെ പിടിച്ച പാമ്പിനെ പോലെയാണ്. വിഴുങ്ങാനും മേല, വിടാനും മേല. സംസാരത്തിൽ കഴമ്പൊന്നുമില്ലെന്ന് ബദ്ധജീവൻ അറിഞ്ഞെന്ന് വരാം. അമ്പഴങ്ങയ്ക്ക് അണ്ടിയും തോലും മാത്രം, എന്നാലും കളയാൻ കഴിയുന്നില്ല. എന്നിട്ടും മനസ്സെ ഈശ്വരൻ്റെ നേരെ വിടാൻ കഴിയുന്നില്ല. കേശവസേനൻ്റെ ഒരു ബന്ധുവിനെ ഒരിക്കൽ കണ്ടു. വയസ്സ് 50ആയി. ചീട്ട് കളിക്കുന്നത് കണ്ടു. ഈശ്വരനാമം ജപിക്കാൻ ഇനിയും കാലമായില്ല പോലും. ബദ്ധജീവന്റെ അടയാളം വേറൊന്നു കൂടിയുണ്ട്. അയാളെ ലൗകിക പരിതസ്ഥിതിയിൽ നിന്ന് മാറ്റി നല്ലയിടത്ത് പാർപ്പിച്ചാൽ അയാൾ വിരഹം കൊണ്ട് മരിച്ചു പോകും. മലത്തിലെ കൃമിക്ക് മലത്തിൽ തന്നെ രസം, അതിൽ തന്നെ കിടന്ന് പുളച്ചു മറിയുന്നു. ആ കൃമിയെ ചോർക്കലത്തിലിട്ടാൽ അത് അവിടെ കിടന്ന് ചാകും. എല്ലാവരും സ്തംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്ന ആളുകളുടെ എണ്ണം കണ്ടു കഴിഞ്ഞാൽ ശ്രീരാമകൃഷ്ണൻ പറഞ്ഞ എത്ര ശരിയാണ്. 4 തരം ജീവന്മാർ: മുക്തജീവൻ, മോക്ഷജീവൻ, ബദ്ധജീവൻ, നിത്യജീവൻ. 4 തരത്തിലുണ്ട് എന്നാണ് പറഞ്ഞത്. അതിൽ ഭഗവാൻ പറഞ്ഞ ഒരു കഥ
ആ കേട്ടാൽ തന്നെ പിന്നെ ഇതിൻ്റെ വർണ്ണനയൊന്നും ആവശ്യമില്ല. കാരണം കുളത്തിൽ വല എറിഞ്ഞു കഴിഞ്ഞാൽ ചില മീനുകൾ വല വീഴുന്നതിന് മുമ്പ് തന്നെ രക്ഷപ്പെടും, വലയ്ക്കകത്ത് പെടില്ല. അവരെ നിത്യജീവന്മാരെന്നാണ് പറയുക. ചിലർ ഈ വല എറിയുമ്പോഴേക്കും അതിൽ ആ വലയ്ക്കകത്തുനിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ചാടി പുറത്തിയാടും, എങ്ങനെയെങ്കിലുമൊക്കെ അതിന് വലയിൽ നിന്ന് രക്ഷപ്പെടും. അവർ മുക്തജീവൻ. കുറച്ചു പേരെ അതിനകത്ത് ബഹളം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും, പക്ഷെ രക്ഷപ്പെടില്ല. എങ്ങനെയെങ്കിലും വെളിയിൽ കിടക്കാനുള്ള ശ്രമമൊക്കെ നടത്തും. പക്ഷേ ഭൂരിഭാഗവും ഈ വല അങ്ങ് അടിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വലയുമായിട്ട് ആ മത്സ്യം ചെളിയിലേക്ക് താഴും. എന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് വിചാരിക്കും ഞാൻ സുഖമാണ്, എനിക്ക് യാതൊരു പ്രശ്നമില്ല. കുറച്ച് കഴിഞ്ഞ് ഈ മീൻകാരൻ ഈ വല എറിഞ്ഞ ആൾ ഒന്ന് വല പിടിച്ച് കയറ്റി കഴിയുമ്പോഴാണ് അറിയുന്നത് പെട്ടുപോയി, പിന്നെ രക്ഷപ്പെടാനും ചാൻസ് ഇല്ല. അപ്പം ഇതാണ് നമ്മളുടെ മുമ്പിൽ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്നത്തെ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാം കാശ് കൊടുത്ത് വാങ്ങാനിരിക്കുന്നവരാണ്. ഭഗവത് അനുഗ്രഹം വരെ കാശ് കൊടുത്താൽ കിട്ടും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ യൂട്യൂബിലൊരു വീഡിയോ കണ്ടു, നമ്മുടെ ചിദാനന്ദപുരി സ്വാമിയുടെ. അതിലൊരാൾ 2 പേര് സ്വാമിയോട് ചോദ്യം ചോദിച്ചു. അതായത് സ്വാമി യാഗത്തിൻ്റെയും യജ്ഞത്തിൻ്റെയും ഈശ്വരാരാധനയുടെയൊക്കെ ഇമ്പോർട്ടൻസ്, പ്രാധാന്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവർ പറഞ്ഞു, സ്വാമി ഇതിലൊന്നും വലിയ അർത്ഥമൊന്നുമില്ല, ഇതിലൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അപ്പം എന്താണ് യാഗോ യജ്ഞം അതിനൊന്നും അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല എന്ന് പറഞ്ഞു. അതെന്താ അങ്ങനെ പറഞ്ഞത്? ഞങ്ങൾക്ക് അനുഭവമുണ്ട്. എന്താണ് നിങ്ങളുടെ അനുഭവം? അത് ഞങ്ങൾ ഇവിടെ പുത്രകാമേഷ്ടി യാഗം നടത്തിയപ്പോഴും ഞങ്ങൾ 12,500 രൂപ വീതം ഞങ്ങൾ 2 പേർ അടച്ചു. ഞങ്ങൾക്ക് 2 പേർക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 12,500 രൂപ വീതം അടച്ചത്. കുട്ടികളുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അവർ പറഞ്ഞു അങ്ങനെ അടയ്ക്കണമെന്ന് പറഞ്ഞു, അടച്ചു. പക്ഷെ ഞങ്ങൾക്ക് കുട്ടികളുണ്ടായില്ല. അപ്പം സ്വാമി പറഞ്ഞു, അല്ല അതുണ്ടാവില്ല. കാരണം ഈ യാഗത്തിന് ഒരു യജമാനനുണ്ട്. യജമാനനാണ് യഥാർത്ഥത്തിൽ യാഗം നടത്തുന്നത്. യജമാനന് വേണ്ടിയിട്ടാണ് യാഗം നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് യജമാനനെ കുട്ടികളുണ്ടാവും. അല്ലാതെ നിങ്ങൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ പുണ്യം നിങ്ങൾക്ക് കിട്ടുന്നത് ധരിക്കുന്നത് വെറുതെ. ഇത് ഈ കടയിൽ പോയി സാധനം വാങ്ങുന്ന പോലെ അല്ല. നമ്മളാണ് സാധന ചെയ്യേണ്ടത്. നമ്മുടെ മനസ്സാണ് അതിനെ പക്വപ്പെടുത്തേണ്ടത്. നമ്മളുടെ ജീവിതചര്യകളാണ് അതിന് സാധകമാക്കേണ്ടത്. അതല്ലാതെ സൂത്രത്തിൽ പണം കൊടുത്ത് വാങ്ങാൻ പറ്റും എന്ന് വിചാരിച്ചാൽ അതൊരിക്കലും നടക്കില്ല. അപ്പോൾ സ്വാമി ഇതിനതിന് അവരൊന്ന് കളിയാക്കിയതായിരിക്കണം. ഇതിന് 2 മാർഗങ്ങളുണ്ട്. ഒന്ന്, നിങ്ങളുടെ ഭാര്യയെ യാഗം നടത്തുന്ന യജമാനന് കല്യാണം കഴിച്ചു കൊടുത്തേക്കുക, അപ്പോൾ കൂട്ടിയിട്ടാവും. ഇല്ലെങ്കിൽ നിങ്ങളൊരു യാഗം നടത്തുക. അങ്ങനെ നടത്തിയിട്ടും കുട്ടികളുണ്ടായില്ല എങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കാം. ഇപ്പോൾ സമ്മതിക്കാൻ പറ്റില്ല. എന്നിട്ട് അദ്ദേഹം ഉദാഹരണം പറഞ്ഞത് ദശരഥനാണ് പുത്രകാമേഷ്ടി യാഗം നടത്തിയത് എന്ന് വളരെ പ്രസിദ്ധമായ ഒരു കഥയാണത്. അതിൽ ദശരഥന് 4 ഭാര്യമാർക്ക് കുട്ടികളുണ്ടായി. അതുപോലെ നമ്മൾ നടത്തുന്ന യാഗങ്ങളെ ഇതൊക്കെ നമുക്കതിൽ പങ്കാളിത്തം ഉണ്ടായാലേ ഫലം കിട്ടും. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന ഒരു അമ്പലത്തിൽ പോയി സഹസ്രനാമത്തിന് പൈസ കൊടുത്തു എന്ന് പറഞ്ഞതുകൊണ്ട് സഹസ്രനാമത്തിൻ്റെ പുണ്യം എനിക്ക് കിട്ടുമെന്ന് വിചാരിച്ചാൽ അത് കിട്ടില്ല. ഈ വിശക്കുന്നതിന് അങ്ങനെ പൈസ കൊടുത്ത് എല്ലാ കാര്യങ്ങളും കിട്ടുമെന്നെങ്കിൽ വയറിൽ വിശപ്പ് വരുമ്പോൾ അടുത്തിരിക്കുന്നവൻ കഴിച്ചാലും പോരെ, ഞാൻ തന്നെ കഴിക്കണമെന്നുണ്ടോ? ഇപ്പോൾ എനിക്ക് എൻ്റെ വിശപ്പ് മാറണമെങ്കിൽ ഞാൻ ആഹാരം കഴിക്കണം, എൻ്റെ ദാഹം മാറണമെങ്കിൽ ഞാൻ വെള്ളം കുടിക്കണം. അപ്പോൾ എന്നതുപോലെ എല്ലാ പ്രവൃത്തികളും സാധനങ്ങളും നമ്മൾ തന്നെ ചെയ്യണം. പക്ഷേ നമ്മളെല്ലാവരും ബദ്ധജീവന്മാരാണ്. ഭഗവാൻ പറയുന്നത് എങ്ങനെയാണ്? നമ്മളെല്ലാം ബദ്ധജീവന്മാരാണ്. എന്തുകൊണ്ടാണെന്നാൽ നമ്മൾ ഈ പറഞ്ഞ ചിന്താഗതിയാണ് നമ്മുടെ.
നമുക്ക് ധനമുണ്ട്, നമ്മൾ ധനം ആർജിക്കുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും ശ്രമിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഈ വലയും പിടിച്ചുകൊണ്ട് നേരെ ആഴത്തിലേക്ക് പോകുന്നത്. നമുക്ക് ഈശ്വരചിന്ത ചെയ്യാൻ സമയമില്ല. അവസരം വന്നാൽ പോലും എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അത് ഒഴിവാകുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഒഴിവാക്കുകയാണ്. രണ്ടിലെന്തെങ്കിലും ഒന്ന് സംഭവിക്കും. പക്ഷെ ഇതൊന്നും തന്നെ നമ്മൾ ഭൗതികമായി നേടിക്കൊണ്ടിരിക്കുന്ന ഒന്നും തന്നെ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ നമുക്ക് പോയിരിക്കില്ല. അതിന് സാധനകൾ തന്നെ ചെയ്യണം. പണം ആവശ്യമില്ല. പണമല്ല, അല്ലെങ്കിൽ ഭൗതികമായ സമ്പത്തല്ല ആധ്യാത്മികത നമ്മളിൽ വളർത്തുന്നത്. അത് വളരണമെങ്കിൽ നമ്മൾ സാധന ചെയ്യുക തന്നെ വേണം. അതിന് പേരും പ്രശസ്തിയും വേണ്ട, സ്ഥാനമാനങ്ങളും വേണ്ട. ഇപ്പം നമ്മൾ ക്ഷേത്രത്തിൽ ശബരിമലയോ ഗുരുവായൂരൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം, ഷോർട്ട് കട്ടിൽ ദർശനം, അതിന് പറയുന്ന പേര് VIP ദർശനം. VIP ദർശനത്തിന് പോയി നമ്മുടെ ധാരണ എന്താണ്? പെട്ടെന്ന് ഭഗവാനെ കണ്ട് എല്ലാ അനുഗ്രഹം വാങ്ങിക്കൊണ്ടുവരാമെന്നാണ്. പക്ഷേ നമ്മളവിടെ നിന്ന് ശാപങ്ങളാണ് വാങ്ങിക്കൊണ്ടുവരുന്നത്. കാരണം നമ്മൾ ഈ ഷോർട്ട് കട്ടിൽ കയറുമ്പം മണിക്കൂറുകളോളം ക്യൂവിൽ നിൽക്കുന്നവരിത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അവർ മനസ്സുകൊണ്ട് വിചാരിക്കും, എൻ്റെ സമയം കളയാൻ വേണ്ടിയിട്ടാണ് ഇവർ കയറി വന്നത്. ഞാൻ എത്ര മണിക്കൂറായിട്ട് ആണ് തള്ളി ക്യൂവിൽ കൂടെ വരെ വന്നത്. അതിൻ്റെ ഇടയ്ക്കൂടെ ആളിക്കൊണ്ട് അത് സൂത്രത്തിൽ കയറി ദർശനം നടത്തി പോവുക എന്ന് മനസ്സിൽ വിചാരിക്കുന്നത് ശാപവാക്കുകളാണ്. കാരണം ആ മനുഷ്യന് അത്രയും ക്ഷമയോടുകൂടി ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് സമയം ആ വിഗ്രഹ ചൈതന്യത്തെ ദർശിക്കാൻ ആഗ്രഹിച്ചിട്ടാണ് ഈ മണിക്കൂറുകളോളം ഈ നിൽക്കുന്നത്. എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടെന്ന് നമുക്കറിയാം. അപ്പം ആളിൻ്റെ മനസ്സ് വ്രണപ്പെടുന്നത് ശാപമായിട്ടാണ്. അപ്പോൾ നമ്മളുടെ അധികാരവും ഇതൊന്നും ഈ ശാപത്തിൻ്റെ മുമ്പിൽ ഒന്നും ചെയ്യാൻ സാധിക്കും. യാതൊന്നും ചെയ്യാൻ സാധിക്കും. കാരണം അത് ഈശ്വര നിശ്ചയം. ഇത് രക്ഷപ്പെടാൻ പറ്റില്ല. നമുക്കറിയാമല്ലോ, ഈ പാക്കനാരുടെ കഥയിൽ, നാരായണപ്രാന്തൻ്റെ കഥയിൽ ഒരാൾ നാരായണപ്രാന്തൻ്റെ ഒരു നുറുമ്പിന് എണ്ണുവാണ്. അപ്പോൾ അതിൽ പോയ ഒരാൾ കളിയാക്കി. ഇപ്പോൾ എത്രയായെന്ന് ചോദിച്ചു. 10,000 പോയി, ഇനി 10,000 കൂടെ ഉണ്ട്, അതും കൂടെ പോയാൽ ശരിയായിക്കോളും. പക്ഷേ നാരായണപ്രാന്തൻ ഉദ്ദേശിച്ചത് അയാളുടെ കയ്യിൽ കുറച്ച് പണമുണ്ട്, അപ്പോൾ അതിൽ പകുതി പോയി, ഇനി പകുതി ഉണ്ട്, അതും കൂടെ തീർന്ന് കിട്ടണം. എന്നാലേ മോക്ഷമാർഗത്തിലേക്ക് തിരിയാൻ സാധിക്കും. അതേസമയം ജനകനെ പോലെ ജീവിക്കണം. അപ്പം നമ്മളൊന്നും നഷ്ടപ്പെടുത്തണ്ട. അതിന് ശ്രീരാമകൃഷ്ണന് അടിക്കടി വചനാമൃതത്തിൽ പല ഭാഗത്തും പറയുന്ന ഒരു കഥയുണ്ട്. ഈ അവലിടിക്കുന്ന വീട്ടമ്മയുടെ കഥ. അവലിടിക്കുന്നത് നമ്മുടെ നാട്ടിലെ പോലെയല്ല, വടക്കേ ഇന്ത്യയിലൊക്കെ അതിന് വേണ്ടിയിട്ടൊരു ചെറിയ കുഴിയൊക്കെ കുഴിച്ചിട്ട് തടിയൊക്കെ വെച്ച് കിട്ടിയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരറ്റത്ത് നിന്ന് ഒരാളതിങ്ങനെ ചവിട്ടും, അപ്പോൾ ഇത് പൊങ്ങി താഴേക്ക് വീഴും. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന വേറൊരു സ്ത്രീ ഉണ്ട്, അതിൻ്റെ ഉടമസ്ഥ. അവരെന്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു കൈ കൊണ്ട് ഇതിങ്ങനെ നീക്കിയിട്ടുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇത് വാങ്ങാൻ വരുന്നവർക്ക് അളന്നു കൊടുക്കുന്നുണ്ട്, അവരോട് വില പേശുന്നുണ്ട്, അവർ നേരത്തെ കൊണ്ടുപോയതിൻ്റെ പൈസ കിട്ടിയില്ല, ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം നിരന്തരം നടക്കും. പക്ഷേ മനസ്സെവിടെയാണ്? അത് നീക്കിയിടുന്ന കയ്യിലാണ്. കാരണം അവിടെ നിൽക്കുന്ന ചവിട്ടുന്നയാൾ നിരന്തരം ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്, കണ്ടിന്യൂസ് ആയിട്ട് അത് ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒലക്ക വീണിട്ടേയിരിക്കുകയാണ്. ഈ സംസാരിക്കുന്നതിൻ്റെ ഇടയിലെങ്ങാനും ശ്രദ്ധ പോയി കഴിഞ്ഞാൽ ഈ കയ്യിൽ ഒലക്ക വീഴും. അതുകൊണ്ട് അമ്മയുടെ മനസ്സെപ്പോഴും അവിടെയാണ്. എന്നതുപോലെ നമുക്ക് സമൂഹത്തിൽ ജീവിക്കാൻ സാധിക്കണം. അത് സാധിക്കും. അതിന് നമ്മൾ വിചാരിക്കുന്ന വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നമ്മുടെ ആചാര്യന്മാർ എല്ലാവരും പറഞ്ഞിട്ടുള്ളത്, ചട്ടമ്പി സ്വാമിയാകട്ടെ, ഗുരുദേവനാവട്ടെ, ശ്രീരാമകൃഷ്ണദേവനാവട്ടെ, ചൈതന്യ മഹാപ്രഭു ആവട്ടെ, ശങ്കരാചാര്യരാവട്ടെ, ആരാവട്ടെ, അവരെല്ലാം പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ ധർമ്മം നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരുന്നാൽ മതി. പക്ഷെ മനസ്സ് ഭഗവാനിൽ നിർത്തണം. നമ്മൾ
കേട്ടിട്ടുള്ള ഒരു കഥയാണ്. നാരദനും ശ്രീകൃഷ്ണനുമായിട്ടുള്ള ഭഗവാൻ കൃഷ്ണനുമായിട്ട് സംസാരിക്കുമ്പോൾ നാരദൻ പറയും, എന്നെപ്പോലെ ഇത്രയും വലിയൊരു ഭക്തനെ അങ്ങേക്ക് ആരെയാണ് കിട്ടുക? അപ്പം അദ്ദേഹം പറഞ്ഞു, നിന്നേക്കാൾ എത്രയോ ഭേദമാണ് ആ ഗ്രാമത്തിലെ ഗൃഹസ്ഥൻ. അപ്പോൾ ചോദിക്കുന്നുണ്ട്, ആ ഗൃഹസ്ഥന് ഒരു ദിവസം എത്ര പ്രാവശ്യം ഈശ്വരനാമം ജപിക്കും? അങ്ങയുടെ നാമം എത്ര പ്രാവശ്യം ജപിക്കുന്നുണ്ട്? ഞാനാണെങ്കിൽ സദാ സർവ്വതാ തന്നെ ജപിച്ചുകൊണ്ടിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് കൃഷ്ണൻ വിളിച്ചുകൊണ്ട് പോയി ഒരു ഗൃഹസ്ഥനെ കാണിക്കുന്നു. ആ മനുഷ്യൻ ആകെക്കൂടെ ഒരു ദിവസം 3 പ്രാവശ്യമാണ് നാരായണ 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 എന്ന് പറഞ്ഞു. രാവിലെ എഴുന്നേറ്റപ്പോൾ പറഞ്ഞു, ഉച്ചയ്ക്ക് ആഹാരമൊക്കെ കഴിഞ്ഞ് പണിക്കിറങ്ങാൻ നേരം പറഞ്ഞു, രാത്രിയിൽ കിടക്കാൻ നേരം പറഞ്ഞു. വേറെ ഒന്നും ചെയ്തില്ല. ബാക്കി മുഴുവൻ സമയവും ഗൃഹസ്ഥ ധർമ്മത്തിൽ തൻ്റെ ഭാര്യയെയും കുട്ടികളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലായിരുന്നു. അപ്പോൾ നാരദൻ ചോദിച്ചു, ഇതാണോ ഇത്ര വലിയ കാര്യം? ഒരു ദിവസം 3 പ്രാവശ്യം നാരായണനാമം ജപിച്ചാൽ അവൻ വലിയ ഭക്തനാവുമെന്ന് ചോദിച്ചു. അപ്പോഴാണ് ശ്രീ ഭഗവാൻ ഒരു പാത്രത്തിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് പറയും, ഈ നെയ്യുമായിട്ട് നീ ഈ പറയുന്ന കുന്നിന് വലം വെച്ച് വരാൻ പറയും. അങ്ങനെ വലം വെച്ച് തിരിച്ചു വരും. അപ്പോൾ ഒരു കണ്ടീഷനുണ്ട്, ഇത് നിറച്ച് നെയ്യിരിക്കുകയാണ്, ഒരു തുള്ളി പോലും തുളുമ്പരുത്. പോയി തിരിച്ചു വന്നു കഴിഞ്ഞ് ആ നെയ്യ് പൊട്ടു. എന്നിട്ട് ഭഗവാൻ ചോദിക്കുന്നുണ്ട്, നെയ്യ് ഇതിൽ നിന്ന് തുളുമ്പിയോ? ഇല്ല. ഒരു തുള്ളി പോലും തുളുമ്പിയില്ല. ഇല്ല. ശരി എന്ന് പറഞ്ഞാൽ വാങ്ങി വെച്ചിട്ട് ചോദിക്കും, ഇതിനിടയിൽ എത്ര പ്രാവശ്യം നീ എന്നെ ഓർത്തു? അപ്പം നാരദൻ മൂഡ് ഔട്ടായി എന്നാ പറയുക. നാരദൻ പെട്ടത് അതെങ്ങനെയാണ്? ഞാൻ ഇത്രയും കൃത്യമായിട്ട് ഒരു തുള്ളി നെയ്യ് പോലും തുളുമ്പാതെ അതിവിടെ എത്തിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സ് മുഴുവൻ ഇതിൽ നിൽക്കണം. അല്ല, ഞാൻ അങ്ങേ ഓർക്കുന്നത് എങ്ങനെയാ? അപ്പം പറഞ്ഞ്, ഇതുപോലെ നിത്യേന യാതന അനുഭവിക്കുന്ന ആ ഗൃഹസ്ഥൻ ദിവസം 3 നേരമെങ്കിലും എന്നെ ഓർത്തല്ലോ. ഒരു നിസാര കാര്യം നിന്നെ ഏൽപ്പിച്ചിട്ട് നിനക്ക് ഒരു നേരം പോലും ഓർക്കാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ ആ ഒരു ചിന്ത, ആ ഒരു രീതി നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതിൽ ആ കഥയിൽ തന്നെ ഭഗവാൻ പറയുന്നുണ്ട്, നിത്യജീവന്മാർ വിലയിൽ അകപ്പെടില്ല. ഇനി മുമുക്ഷുക്കളായിട്ടുള്ളവരാണെങ്കിൽ അകപ്പെട്ടാലും അവർ രക്ഷപ്പെടും. മുക്തന്മാർ രക്ഷപ്പെടും. മുമുക്ഷുക്കൾ രക്ഷപ്പെടാനെങ്കിൽ ശ്രമിക്കും. പക്ഷേ ഇവരുടെ സംഖ്യ വളരെ കുറവാണ്, വളരെ നാമമാത്രമാണ്. മറിച്ച് ബദ്ധജീവന്മാരാണ് മാക്സിമം. അവർ ഓരോ അനുഭവത്തിൽ നിന്നും കൂടുതൽ ആഴത്തിലേക്കാണ് അതായത് ഈ സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ ഭൗതികതയിലേക്ക് അവർ ആഴ്ന്നാഴ്ന്നു പോകും. ഇതിനെന്താ മാർഗമെന്ന് ചോദിച്ചാൽ അതിന് ഭഗവത് അനുഗ്രഹം വേണമെന്നൊക്കെ പറയുമെങ്കിലും ഈ ഭഗവത് അനുഗ്രഹം നമ്മൾ ആഗ്രഹിച്ചാലല്ലേ കിട്ടുള്ളൂ, അല്ലാതെ കിട്ടുമോ? നമ്മൾ ആഗ്രഹിക്കും, നമുക്ക് വേണം, നമ്മളതിനുള്ള ശ്രമം നടത്തണം. എനിക്കിവിടെ നിന്ന് കൈപ്പട്ടൂർ ജംഗ്ഷൻ വരെ എത്തണമെങ്കിൽ ഞാനിവിടെ നിന്ന് ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെച്ചാലല്ലേ അവിടെ എത്താനുള്ള ദൂരത്തിൽ നിന്ന് ആ ഒരു സ്റ്റെപ്പ് എനിക്ക് കുറഞ്ഞു കിട്ടുള്ളൂ. ഞാൻ ഇവിടെ തന്നെ നിന്നുകൊണ്ട് കൈപ്പട്ടൂർ പോകണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞാൻ കൈപ്പട്ടൂർ എത്തി. അപ്പോൾ എന്നതുപോലെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഭഗവാനെ ഓർക്കാനുള്ള അവസരം ഉണ്ടാകും. പക്ഷെ അതെല്ലാവർക്കും ഉണ്ടായില്ല. ഗീതയിലും പറഞ്ഞിട്ടുണ്ട്. ഗീതയിലും പറയുന്നുണ്ട്, മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യദതി സിദ്ധയേ യദതാം അഭിസിദ്ധാനാം കശ്ചിത് മാം വേത്തി തത്വതഃ. ആയിരക്കണക്കിന് ആളുകളിൽ കശ്ചിത് ആരെങ്കിലും ഒരാളിനെ മാത്രമേ ഈശ്വര ചിന്ത ചെയ്യണമെന്ന് തോന്നുന്നു. അങ്ങനെ ചിന്തിക്കുന്ന എല്ലാവർക്കും സാധിക്കുമോ? സാധിക്കില്ല. എല്ലാവർക്കും സാധിക്കും. ആർക്കെങ്കിലും ഒരാളിനെ സാധിക്കും. അങ്ങനെ ചിന്ത ചെയ്യുന്നതിൽ ഒരാളിന് മാത്രമേ എൻ്റെ സ്വരൂപം എന്തെന്ന് മനസ്സിലാവും. അതാണ് ഈ ഈശ്വര അനുഗ്രഹം നമുക്ക് വേണം എന്ന് പറയുന്നത്. പക്ഷേ ഈശ്വരാനുഗ്രഹം അതുകൊണ്ട് എനിക്കത് കിട്ടിയില്ല, എനിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നതിൽ അർത്ഥമില്ല. കാര്യം നമ്മൾ ആഗ്രഹിക്കണം. ആഗ്രഹിച്ചാലേ സാധിക്കും. ആഗ്രഹം നമ്മളിലുണ്ടാകണം, നമ്മളുടെ ചിന്തകളിൽ അതുണ്ടാകണം. അതിന് എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ സത്സംഗം എന്ന ഏക മാർഗം മാത്രമേ ഉള്ളൂ.
അതിലൂടെ മാത്രമേ ചിത്തശുദ്ധി ഉണ്ടാവുള്ളൂ. ചിത്തശുദ്ധി ഇല്ലാതെ മോക്ഷം ഒരിക്കലും ഉണ്ടാവില്ല. ആദ്യം നമുക്ക് വേണ്ടത് ചിത്തശുദ്ധിയാണ്. നമ്മളൊക്കെ എത്രയോ ജന്മമെടുത്ത് വന്നവരായിരിക്കാം, നമുക്കറിയില്ല. പുനർജന്മമുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഇന്നും അതിനെപ്പറ്റി ചർച്ച നടക്കാം. ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ ചില സത്യങ്ങളൊക്കെ അറിഞ്ഞാലും ഈ ശാസ്ത്രം പുറത്ത് വിടില്ല, അത് പുറത്ത് പറയില്ല. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാൾ അവർ പറഞ്ഞതൊക്കെ അബദ്ധമാവും എന്നൊരു പ്രശ്നം കൂടിയുണ്ട്. അപ്പം അതുകൊണ്ട് എല്ലാത്തിനെയും ശാസ്ത്രയുക്തിയുടെ പുറകെ നമ്മൾ പോയിട്ട് കാര്യമില്ല. നമ്മളുടെ ആചാരാനുഷ്ഠാനങ്ങൾ അതിൽ പലതുമല്ല, മിക്കവാറും എല്ലാം തന്നെ ഇതർ പ്രാക്ടിക്കൽ. ഒന്നുകിൽ അത് പ്രാക്ടിക്കലാണ്, അല്ലെങ്കിൽ ശാസ്ത്രീയമാണ്. രണ്ടിലേതെങ്കിലും ഒന്നിൽ പെടാത്ത യാതൊരു ചിന്താഗതികളും നമുക്കില്ല. നമ്മളുടെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ അമ്പലത്തിൽ പ്രദക്ഷിണം വയ്ക്കുന്നത്. ഇപ്പോൾ പലരും പറയും വെളുപ്പിലെ സ്ത്രീകൾ പോയി ആൽമരത്തിന് പ്രദക്ഷിണം വയ്ക്കണം. അതിൻ്റെ പുറകിലൊരു സയൻസ് നമുക്കറിയില്ല. നമ്മളുടെ മുൻഗാമികളായിരുന്നവർ നമുക്ക് പറഞ്ഞു തന്നതുമില്ല. എന്നാലും നമ്മൾ വലം വയ്ക്കുന്നത് എന്തിനാണ്? എൻ്റെ അമ്മ പറഞ്ഞു, അല്ലെങ്കിൽ ഇന്നയാൾ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ വലം വയ്ക്കും. പക്ഷേ അത് നമ്മളുടെ മനസ്സിനെയും ചിന്താഗതിയെയും നമ്മളുടെ ദൈനംദിന ജീവിതത്തെയും ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. എങ്ങനെയാണെന്നാൽ ഈ ആൽമരം 24 മണിക്കൂർ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മരമാണ്. 24 മണിക്കൂർ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കും. ആൽമരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അതിൻ്റെ ശ്വാസോച്ഛ്വാസം കഴിഞ്ഞ് അതിൻ്റെ ഇലകൾ വഴി അതിൻ്റെ ആഹാരം പാചകം ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് പുറത്തേക്ക് വരുന്നത് ഓക്സിജനാണ്. പക്ഷെ മറ്റ് ചെടികൾക്ക് അങ്ങനെ വരില്ല. അതിന് കാർബൺ ഡൈ ഓക്സൈഡാണ് രാത്രി കാലങ്ങളിൽ പ്രകാശമുള്ളപ്പോൾ മാത്രം, പകൽ സമയത്ത് മാത്രമേ ഓക്സിജൻ ഉൽപ്പാദനം നടക്കുന്നത്. രാത്രി കാലങ്ങളിൽ കാർബൺ ഡൈ ഓക്സൈഡാണ് അത് ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് രാത്രികാലങ്ങളിൽ മരത്തിൻ്റെ കീഴിൽ കിടന്ന് ഉറങ്ങരുത് എന്ന് പറയുമ്പോൾ പണ്ടുള്ളവർ. ഇതിൻ്റെ പ്രധാന കാരണം ഇതാണ്. കാരണം ഇത് കാർബൺ ഡൈ ഓക്സൈഡ് ഉൽപ്പാദിപ്പിക്കും. ഇപ്പോൾ ഈ രാത്രി മുഴുവൻ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്ന ആൽമരവും അതിന് ചുറ്റുമുള്ള മറ്റ് ചെടികൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉൽപ്പാദിപ്പിക്കേണ്ട ഈ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും കൂടി ചേരുന്ന ഭാഗം അവിടെ ഒരു ഓസോൺ ലെയർ രൂപപ്പെടും. ആ ഓസോൺ ലെയറാണ് നമ്മുടെ ആരോഗ്യത്തെ ഒരുപാട് സ്വാധീനിക്കുന്നത്. ഇപ്പം ലോകരാഷ്ട്രങ്ങളൊക്കെ ഒരുപാട് വെള്ളം ഉണ്ടാക്കുന്നുണ്ട്. ഓസോൺ ലെയർ, ഓസോൺ പാളികളിൽ വിള്ളൽ വന്നു. അത് ലോകത്തിന് തന്നെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞ് ഒരുപാട് ചർച്ച നടക്കുന്നുണ്ട് അതിനെ. ഇപ്പം നമ്മളുടെ പുരാണ ഋഷിമാർ, നമ്മുടെ യോഗികളായിരുന്നവർ, അവർ നമുക്ക് പറഞ്ഞു തന്നത് ആൽമരത്തിന് വലം വയ്ക്കാൻ, വിശേഷിച്ച് സ്ത്രീകൾ. കാരണം ഈ ഓസോൺ ലെയറുമായിട്ട് നമ്മളുടെ ശരീരത്തിന് കോണ്ടാക്ട് വരുമ്പോൾ, നമ്മളതിന് പ്രദക്ഷിണം വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ശരീരവുമായിട്ട് അതിന് കോണ്ടാക്ട്. അപ്പോൾ അതുകൊണ്ടാണ് പണ്ട് കുളിച്ച് കഴിഞ്ഞിട്ട് എന്താ പറയുക, ആ നനവോട് കൂടി പോയി വലം വയ്ക്കാൻ പറയും. അതിന് ഇന്നത്തെ സമൂഹം ഒരുപാട് ദുർവ്യാഖ്യാനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ അജ്ഞതയാണ്, അത് അവരുടെ അന്ധവിശ്വാസമാണ്. ശരിയായ വിശ്വാസം അവർക്കില്ലാത്തത് കൊണ്ടാണ്. ഈ പ്രദക്ഷിണത്തിലൂടെ ശേഷിച്ച് നനഞ്ഞ തുണി, നനഞ്ഞ വെള്ളമയമുള്ള ശരീരമാകുമ്പോൾ ഇതിനെ പെട്ടെന്ന് ആഗിരണം ചെയ്യും. അത് നമ്മളുടെ മനോവ്യവഹാരങ്ങളെ നിയന്ത്രിക്കും, കാഴ്ചശക്തിയെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യും. എന്തിന് തൊലിയെ, നമ്മുടെ സൗന്ദര്യത്തെയും മുടിയുടെ കറുപ്പിനെയും വരെ അത് സ്വാധീനിക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇതുപോലെ നമ്മളുടെ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളിലും ദൈനംദിന ജീവിതത്തിൽ വരെ ആധ്യാത്മികത ഉൾക്കൊള്ളിച്ച ഒരു വലിയ സംസ്കൃതി നമ്മുടേതാണ്. അതിൽ നമ്മുടെ ആചാര്യന്മാർ ലളിതമായ രീതിയിൽ അത് അവതരിപ്പിച്ചിട്ടുമുണ്ട്. പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. അതിന് ഇങ്ങനെയുള്ള വേദികൾ ഉണ്ടാകുമ്പോഴും അവിടേക്ക് ആളുകൾ വരാൻ, ബദ്ധജീവന്മാർക്ക് വരാൻ സാധിക്കില്ല. ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുള്ള ഒരു കഥ തന്നെയാണെങ്കിൽ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഈ ശ്രീരാമകൃഷ്ണദേവൻ ജീവിച്ചിരിക്കുമ്പോൾ ദക്ഷിണേശ്വരൻ ക്ഷേത്രത്തിൽ
ലാട്ടുമറ എന്ന് പറയുന്ന ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്, അത്ഭുതാനന്ദ സ്വാമികൾ. ലാട്ടുമറായൻ്റെ പ്രത്യേകത എന്താണെന്നാൽ ലാട്ടുമറായൻ എഴുതാനും വായിക്കാനൊന്നും അറിയില്ല, വിദ്യാഭ്യാസമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ജനന തീയതി അദ്ദേഹത്തിന് അറിയില്ല, എവിടെ ജനിച്ചതെന്ന് കൃത്യമായിട്ട് അറിയില്ല. ബീഹാറിൽ ഛാപ്ര എന്ന് പറയുന്ന പ്രദേശത്താണെന്ന് മാത്രമേ അറിയുള്ളൂ. അല്ലാതെ അവിടെ എവിടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗ്രാമമൊന്നോ എവിടെയായിരുന്നു വീടെന്നൊന്നും അറിയില്ല. വളരെ കുട്ടിക്കാലത്ത് തന്നെ അവിടെ നിന്ന് കൽക്കട്ടയിലേക്ക് വന്നിരുന്നവരുടെ കൂടെ യാത്ര ചെയ്ത് കൽക്കട്ടയിലെത്തിയ ആളാണ് ഈ ലാട്ടു മഹാരാജ്. അദ്ദേഹം അന്ന് ശ്രീരാമശക്തനായ രാമചന്ദ്രദത്തയുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുകയാണ്. അങ്ങനെ പലപ്പോഴും പലതും വീട്ടിൽ പാകം ചെയ്ത സാധനങ്ങൾ പലതും ശ്രീരാമകൃഷ്ണന് വേണ്ടി രാമചന്ദ്രദത്ത ഈ ലാട്ടു മഹാരാജൻ്റെ കൊടുത്തു വിടുവായിരുന്നു. ഇത് അവിടെ കൊണ്ട് കൊടുത്തു കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ലാട്ടു എന്ന് ദക്ഷിണേശ്വരത്തിന് തിരിച്ചു പോരുന്ന ഇഷ്ടമല്ല, അവിടെ ഇങ്ങനെ കറങ്ങി നടക്കും. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്ക് ശ്രീരാമകൃഷ്ണൻ വിളിച്ചിട്ട്, നീ പോയില്ലേ, എന്നാൽ അതിനൊരു കാര്യം ചെയ്യ്, നീ ഇവിടുന്ന് ഒരു വണ്ടി പിടിച്ച് പോക്കുമെന്ന് പറയും. എന്നിട്ട് പൈസ കൊടുക്കാൻ വിളിക്കുമ്പം പോക്കറ്റിലിരിക്കുന്ന ചില്ലറ പൈസ ഇങ്ങനെ തട്ടി കാണിക്കും. എന്നിട്ട് പറയും എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെന്ന് പറയും. വാങ്ങുകയില്ല. പക്ഷേ ആ ദക്ഷിണേശ്വരം പരിസരം വിട്ടു പോകാനോ ശ്രീരാമകൃഷ്ണനെ വിട്ടുപോകാനോ തൻ്റെ മനസ്സനുവദിക്കുന്നില്ല. അങ്ങനെ പല ആവർത്തിയായി അവസാനം രാമേന്ദ്രദത്ത തന്നെ പറഞ്ഞു ഭഗവാനോട്, ശ്രീരാമകൃഷ്ണനോട് പറഞ്ഞു, ഇവരിവിടെ തന്നെ നിന്നോട്ടെ, അങ്ങയുടെ കൂടെ നിന്നോട്ടെ. ശാരദാദേവി ശ്രീരാമകൃഷ്ണദേവൻ ജീവിച്ചിരിക്കുക, അതായത് ഏതാണ്ട് 1910 വരെയൊക്കെ ശ്രീരാമകൃഷ്ണൻ്റെ സമാധിക്ക് ശേഷം പോലും ശ്രീരാമകൃഷ്ണ ശിഷ്യന്മാർ ശാരദാദേവിയുടെ മുഖം കണ്ടിട്ടില്ല. പക്ഷേ ആ ശ്രീരാമകൃഷ്ണൻ ജീവിച്ചിരിക്കാൻ തന്നെ ദക്ഷിണേശ്വരത്ത് വെച്ച് അമ്മയെ നേരിട്ട് കാണാനും അമ്മയോടൊപ്പം പണിയെടുക്കാനും അമ്മയെ സഹായിക്കാനും അമ്മയുമായിട്ട് സംസാരിക്കാനും എല്ലാം ഭാഗ്യം ഉണ്ടായ ഒരേ ഒരു ശിഷ്യൻ ലാട്ടുമാരാണ്. ബാക്കി ഒരു വിവേകാനന്ദ സ്വാമി അമ്മയുടെ മുഖം കണ്ടതായിട്ടൊന്നും ഒരിടത്തും പറയുന്നില്ല. കാരണം അന്ന് ബ്രാഹ്മണ സ്ത്രീകൾ എല്ലാവരുടെയും മുമ്പിലേക്ക് തൻ്റെ ഇവയിൽ ഈ ഇങ്ങനെ മൂടുപടം മാറ്റാറില്ല. ഇവിടെ ഈ ലാട്ടുമാരാജ് ഒരിക്കലെ ദക്ഷിണേശ്വരത്ത് വെച്ചിട്ടാണ് രാവിലെ മുതൽ ഇങ്ങനെ ഇരുന്ന് വിരളൊക്കെ മടക്കാണ്. ഒരു മൂലയിൽ കുത്തിയെടുത്തിട്ട് വിരൾ മടക്കാണ്. വിരളൊക്കെ മടക്കി നിവർത്തി കാലിൻ്റെ വിരളൊക്കെ പിടിച്ചു, കാരണം എണ്ണാൻ അറിയില്ല, 1, 2, 3 എണ്ണാൻ അറിയില്ല. ഇതിങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഇരുന്ന് ഉച്ച കഴിച്ചു സമയം. ഉച്ച കഴിഞ്ഞപ്പോഴേ ഈ ശ്രീരാമകൃഷ്ണദേവൻ തൻ്റെ മുറിയിൽ പലരും ഇരിപ്പുണ്ട്, ബലറാം ബോസ് തുടങ്ങിയവരൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ചോദിച്ചു, ലാട്ടു ഇപ്പോഴത്തെ ഹൈ ശരി ഇപ്പം എത്രയായി? ഇപ്പോൾ ഞാൻ പറഞ്ഞു, 30 ശ്രീരാമകൃഷ്ണൻ പൊട്ടി ചിരിച്ചു, ഭയങ്കരമായിട്ട് ചിരിച്ചു. ഇപ്പോൾ ലാട്ടുമാരായും ചിരിക്കാൻ തുടങ്ങി. ഇരിക്കുന്നവരൊക്കെ നോക്കിയിരിക്കുകയാണ്, എന്തിനാണ് ഈ ചിരിക്കുന്നത്? അപ്പോൾ അവസാനം അവർ ചോദിക്കുന്നുണ്ട്, ഭഗവാനെ എന്തിനാണ് ഈ ചിരിക്കുന്നത്? എന്താണ് 30 എന്നുള്ളതിൽ ഇത്രയും വലിയൊരു തമാശ? അപ്പോൾ ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു, കൽക്കട്ട മഹാനഗരത്തിൽ 1 കോടിയിൽ കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നുണ്ട്. അതിൽ നിന്ന് ഈശ്വരകഥയൊക്കെ കേൾക്കാൻ ഈശ്വരാനുഗ്രഹം സിദ്ധിച്ചത് വേറെ 30 പേർക്കാണ്. ഇപ്പോൾ രാവിലെ മുതൽ ലാട്ടു എഴുതി ഇങ്ങനെ വിരള മടക്കായിരുന്നു എത്ര പേര് വരുന്നു എന്ന്, ദക്ഷിണേശ്വരൻ ക്ഷേത്രത്തിൽ എത്ര പേര് വന്നുപോയി എന്ന് കണക്കെടുക്കുമായിരുന്നു. ഇവിടെ താഴൂർ ക്ഷേത്രത്തിൽ ഇപ്പം ദേവി ഭാഗവത നവാഹയജ്ഞം നടക്കുക. ഇപ്പം നമ്മൾ ഇവിടുന്ന് ഇപ്പോഴല്ല, ഒരു 12 മണി കഴിഞ്ഞ് അവിടെ പോയി കഴിഞ്ഞാൽ ഒരു 10-300 പേര്, അവർ പോകുന്നതിന് ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല, 10-300 പേരെ നമുക്കവിടെ കാണാം. രാവിലെ 5 മണിക്ക് തുടങ്ങിയ ദേവീ ഭാഗവതമാണ്. പക്ഷേ അവിടെ നടക്കുന്ന കാര്യങ്ങൾ കേൾക്കാൻ ആരുണ്ടാവില്ല. കഴിഞ്ഞ വർഷം ദേവീ ഭാഗവത നവാഹയജ്ഞം ഉദ്ഘാടനം ചെയ്യാനായിട്ട് എന്നെ വിളിച്ചുകൊണ്ട് ഞാൻ പോയിരുന്നു. 5 മണിക്കാണ് ഉദ്ഘാടനം പറഞ്ഞിരുന്നത്. ഞാൻ അവിടെ ചെന്നു. അവർ കമ്മിറ്റിക്കാരായിട്ട് 7 പേരുണ്ടായിരുന്നു. വേറെ ഒറ്റയാളില്ല. ഏതാണ്ട് ഒരു 3000-4000 പേര് ഇരിക്കാവുന്ന ഒരു വലിയ പന്തലാണ്. പക്ഷെ അവിടെ ആകെ ഈ 7 പേര് മാത്രമാണ്. അത് കമ്മിറ്റിക്കാരാണ്, അവർക്ക് വേറെ വഴിയില്ല.
ആരുമില്ല. ഇപ്പം നമ്മളതിനൊരു മറുപടി ഉണ്ട്, ഞാൻ വീട്ടിലിരുന്ന് കേൾക്കുന്നുണ്ട് എന്ന്. പക്ഷെ വീട്ടിലിരുന്ന് കേട്ടാൽ അത് സത്സംഗമാവില്ല, അത് കഥ കേൾക്കലാകുകയുള്ളൂ. സത്സംഗമാകണമെങ്കിൽ നമ്മളുടെ മറ്റ് കർമ്മങ്ങളെ എല്ലാം മറന്ന് ആ ഭഗവത് ചിന്തയിൽ തന്നെ, അവിടെ പറയുന്ന കാര്യങ്ങളിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക് മാത്രമേ അത് സത്സംഗമാവുള്ളൂ. ഇല്ലെങ്കിൽ സത്സംഗമാകില്ല. മുമ്പ് പറഞ്ഞ പുത്രകാമേഷ്ടി യാഗം പോലെ, പുത്രകാമേഷ്ടി യാഗം നടത്തിയാൽ കുട്ടികളുണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുത്രകാമേഷ്ടി ആരെങ്കിലും നടത്തിയാൽ എങ്ങനെ കുട്ടികളുണ്ടാവും? ഇല്ല. അതിൻ്റെ യജമാന സ്ഥാനം നമുക്ക്. ഇപ്പം എന്നതുപോലെ സത്സംഗം എവിടെയാണോ നടക്കുന്നത് അവിടെ ഇരുന്നാണ് കേൾക്കേണ്ടത്. അപ്പോഴേ അത് പുണ്യകർമ്മമാകും. നൈമിഷാരണ്യത്തിലായിരുന്നു ഭാഗവത ചർച്ച നടന്നത് മുഴുവൻ. അന്ന് നൈമിഷാരണ്യം എന്ന് പറയുന്നത് അന്നും അതെ ഇന്നും അതെ. നൈമിഷാരണ്യം ഞാൻ പോയി കണ്ടിട്ടുണ്ട്. അവിടെ കുറച്ച് വലിയ മരങ്ങൾ മാത്രമേ ഉണ്ട്. തൊട്ടടുത്ത് ഒരു ചെറിയ ഒരു ഉറവ മാതിരി വരുന്നുണ്ട്, അവിടെ കുളിക്കാനുള്ള സൗകര്യമുണ്ട്, അത്രയും. അല്ലാതെ സാധാരണക്കാരായ ആളുകൾ അല്ലെങ്കിൽ ഗൃഹസ്ഥന്മാരായ ആളുകൾ താമസിച്ചിരുന്ന സ്ഥലത്തല്ല നൈമിഷാരണ്യത്തിലെ സുഗൻ ഭാഗവത കഥകൾ പറഞ്ഞത്. അപ്പം അതുപോലെ സത്സംഗം ക്ഷേത്രമുറ്റങ്ങളിലോ ആശ്രമങ്ങളിലോ നടക്കണം, അത് അവിടെ പോയിരുന്നു. ഇപ്പോഴാണത് സത്സംഗമാകുന്നത്. പക്ഷേ അതിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകാൻ കുറച്ച് നേരത്തെ, ഞാൻ വീട്ടിലില്ലെങ്കിൽ വൈകുന്നേരം ദീപാരാധനയ്ക്ക് പലരോടും പറയാറുണ്ട് വരാൻ, പക്ഷെ അരമണിക്കൂർ മാറ്റി വയ്ക്കാൻ അവർക്ക് സമയമില്ല. ജസ്റ്റ് ഇവിടെ അരമണിക്കൂറില്ല, 20 മിനിറ്റ്സാണ്. അത് കഴിഞ്ഞൊരു 5-10 മിനിറ്റ് ഞങ്ങൾ വജ്രാമൃതം കൊണ്ടിന് എന്തെങ്കിലും ഒരു സ്തോത്രവും ചൊല്ലും, അത്രയേ ഉള്ളൂ. ശരിക്കും ദീപാരാധന 20 മിനിറ്റാണ്. പക്ഷേ അവിടെ എത്താൻ നമുക്ക് ജീവിതത്തിൽ 24 മണിക്കൂറിൽ 20 മിനിറ്റ് നമുക്ക് ആധ്യാത്മികതയ്ക്ക് വേണ്ടി മാറ്റിവെക്കാൻ സാധിക്കുന്നില്ല. അത് നമുക്ക് വേണ്ടിയിട്ട്, നമുക്ക് നമ്മളുടെ വ്യക്തിപരമായ സമ്പാദ്യം എന്ത് എന്ന് ചോദിക്കുമ്പോൾ, ഈ ലോകം വിട്ടു പോകുമ്പോൾ, ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച നെപ്പോളിയൻ ചക്രവർത്തി പോകാൻ നേരം പറഞ്ഞു, നെപ്പോളിയൻ ബോണപ്പാർട്ട് ചക്രവർത്തി പോകാൻ നേരം പറഞ്ഞു, എന്നെ ശവപ്പെട്ടിയിൽ വയ്ക്കുമ്പോൾ അതിൽ 2 ദ്വാരയിട്ട് കൈ 2 പുറത്തേക്ക് ഇട്ടേക്കുന്നത്. എന്തിനാണെന്ന് ഇല്ല, ഞാൻ ഈ വെട്ടിപ്പിടിച്ചത് ഒന്നും കൊണ്ടുപോയിട്ടില്ല, എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹം സമ്പാദിച്ച വേറൊരു സാധനം പോയിട്ടുണ്ട്. അത് ആ മരണ മൊഴിയിൽ പോലും അത് ഓർക്കാനുള്ള അവസരം ആ മനുഷ്യനില്ലായിരുന്നു. അത് നമ്മളാരും ശ്രദ്ധിച്ചില്ല. എന്താണ്? ഈ ഒരു ജന്മം കൊണ്ട് ആർജിച്ച സംസ്കാരം അല്ലെങ്കിൽ കർമ്മഫലം, താൻ പ്രവർത്തിച്ച് താൻ ചെയ്തു വെച്ച കർമ്മത്തിൻ്റെ പുണ്യപാപ ഫലങ്ങൾ അത് തൻ്റെ കൂടെ വരുന്നുണ്ട് എന്ന് ഓർത്തില്ല. അല്ലേ? ഞാൻ ഒരു കഥ പറഞ്ഞ് എൻ്റെ ഈ ക്ലാസ് അവസാനിപ്പിക്കാം. ഈ മുമ്പോട് ഒരിക്കൽ പറഞ്ഞിട്ടുള്ള ഒരു കഥയാണ്. സാധാരണ ഒരാൾ ജീവിതത്തിൽ 4 വിവാഹം കഴിക്കുന്ന പറയുന്നത്, സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ 4 വിവാഹം കഴിക്കും. 4 സ്ത്രീകളെ വിവാഹം കഴിക്കും. അപ്പോൾ അങ്ങനെ 4 സ്ത്രീകളെ വിവാഹം കഴിച്ച് 4 സ്ത്രീകളെ 4 അവസരങ്ങളിൽ അവരോടൊപ്പം ജീവിച്ച് അവസാനം 4ാമത്തെ സ്ത്രീയെ വിവാഹം കഴിച്ച് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് താൻ മനസ്സിലാക്കുന്നത് എന്ത്, തനിക്ക് പ്രായാധിക്യമായിരിക്കുന്നു, വാർദ്ധക്യം വന്നിരിക്കുന്നു, തൊലികളൊക്കെ ചുളുങ്ങി തുടങ്ങി, കണ്ണിൻ്റെ കാഴ്ച മങ്ങിത്തുടങ്ങി, പല്ലുകളൊക്കെ ആടിത്തുടങ്ങി, കേൾവി കുറഞ്ഞു തുടങ്ങി, മുടിയെല്ലാം നരച്ചു തുടങ്ങി, ഉള്ള മുടി വീണുപോയി. അപ്പോഴേ ഈ കണ്ണാടിയുടെ മുമ്പിൽ ഇങ്ങനെ നിന്ന് നോക്കും. ഇപ്പോഴാണ് സ്വയം മനസ്സിലാവുന്നത്, ഞാൻ വാർദ്ധക്യത്തിലേക്ക് അടുക്കുന്നു, ഇനി ഞാനും മരണവും തമ്മിൽ അധിക ദൂരമില്ല, എനിക്കിനി അധികം പോകാനില്ല എന്ന് മനസ്സിലാവുന്നു. അപ്പോഴേ താൻ 4ാമത് വിവാഹം കഴിച്ച ഭാര്യയോട് ചോദിച്ചു, ഞാൻ മരണാസന്നനായിരിക്കുകയാണ്, ഏത് നിമിഷവും ഞാനിവിടെ നിന്ന് പോകും, ഞാൻ പോകുന്ന സമയം നീ എൻ്റെ കൂടെ വരുമോ? ഭാര്യ പറഞ്ഞു, ഇല്ല, നിങ്ങളോടൊപ്പം വരാൻ പറ്റില്ല.
നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്നതോടുകൂടി ഞാൻ അങ്ങനെ മാഞ്ഞു പോകും, മായ പോലെ മാഞ്ഞു പോകുന്നു, നിഴല് പോലെ മാഞ്ഞു പോകും. അദ്ദേഹത്തിന് വലിയ വിഷമാണ്. ഞാൻ ഇത്രയേറെ സ്നേഹിച്ച, ഇത്രയേറെ ബഹുമാനിച്ച, ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണോ ഇത്രയും കഷ്ടപ്പെട്ടത്, ആ ഭാര്യ എന്നോട് പറയുകയാണ് ഞാൻ മാഞ്ഞു പോകുന്നു, എന്നേക്കുമായി അത് മാഞ്ഞു പോകുന്നു. അദ്ദേഹത്തിന് ഭയങ്കര വിഷമമായി, ഒരുപാട് ആലോചിച്ചു, ഏറെ ദുഃഖിച്ചു. അവസാനം ഞാൻ എങ്ങനെയാണ് ഈ ഭാര്യയെ സ്വീകരിച്ചത് എന്ന് ചിന്തിച്ചു. അപ്പോഴാണ് മനസ്സിലായത്, ഈ ഭാര്യ വരുന്നതിന് മുമ്പ് വേറൊരു ഭാര്യയെ ഞാൻ കല്യാണം കഴിച്ചു, വേറൊരു സ്ത്രീയെ ഞാൻ കല്യാണം കഴിച്ചായിരുന്നു. വളരെ ആ സ്ത്രീയുടെ അടുത്തേക്ക് പോയി. അപ്പോൾ വളരെ നാളുകളായി ഈ സ്ത്രീയുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പോയി അവിടെ ചെന്ന് കണ്ടു. എന്നിട്ട് തൻ്റെ കഥകളൊക്കെ പറഞ്ഞു. ഞാൻ പ്രായമായി, മരണം എന്ന ആ ഒരു പ്രക്രിയയിലേക്ക് എത്താൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ നിനക്ക് ശേഷം ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു, അവളെ ഞാൻ പൊന്നുപോലെ നോക്കിക്കൊണ്ട് നടന്നതാണ്. പക്ഷെ അവൾ എന്നോടൊപ്പം വരില്ല എന്ന് പറഞ്ഞു. നീ എൻ്റെ കൂടെ വരുമോ? ഭാര്യ പറഞ്ഞു, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം ഞാൻ വേറൊരാളുടെ കൂടെ. അപ്പോൾ അത് അതിനേക്കാൾ വിഷമായി. ആദ്യത്തെ 4ാമത്തെ ഭാര്യ പറഞ്ഞത് ഞാൻ മാഞ്ഞു പോകുന്നാ പറഞ്ഞു, ഇല്ലാതാകുന്നാ പറഞ്ഞത്. പക്ഷേ 3ാമത്തെ ഭാര്യ പറയുക, അല്ല, ഞാൻ വേറൊരാളുടെ കൂടെ പോകുന്നു. അപ്പോൾ അത് ഒട്ടും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്, നമുക്കൊക്കെ അറിയാം. തൻ്റെ വിഷമത്തിന് ഒരു അറുതിയില്ല. വീണ്ടും ഏറെ ദുഃഖിച്ചു, ഒരുപാട് ദുഃഖിച്ചു. അവസാനം ഇതിനൊരു പരിഹാരം എന്താണെന്ന് ചിന്തിക്കുമ്പോഴാണ് താൻ 2ാമത് വിവാഹം ചെയ്ത ഭാര്യയെ പറ്റി ഓർത്തത്. അവളെ സമീപിച്ചു, ഭാര്യയോട് ചോദിച്ചു, കാര്യങ്ങളെല്ലാം വിശദമാക്കി, എല്ലാ വിവരങ്ങളും പറഞ്ഞു. ഞാൻ നിന്നെ ഒരുപാട് നാൾ നോക്കാതൊക്കെ നടക്കുമായിരുന്നു, പക്ഷെ ഞാൻ അന്ന് നോക്കിയിരുന്നപ്പോൾ നിന്നെ പരിപൂർണമായും നിന്നെ സ്നേഹിച്ചിരുന്നു, നിനക്ക് വേണ്ടി ജീവിച്ച ആളാണ് ഞാൻ. ഇനി നീ എൻ്റെ കൂടെ വരുമോ ഞാൻ മരിച്ചു പോയാൽ? അപ്പോൾ പറഞ്ഞു, ഞാൻ നിൻ്റെ ശരീരം ക്രിമേറ്റ് ചെയ്യണമല്ലോ, ദഹിപ്പിക്കണമല്ലോ, ആ ചുടല വരെ ഞാനുണ്ടാവും. അത് കഴിഞ്ഞ് നീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ടി വരും, ഞാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും വിഷമമായി. അങ്ങനെ ഒരുപാട് ചിന്തിച്ച് ഒരുപാട് ടെൻഷനും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആയിരിക്കുകയാണ് ഓർമ്മ വരുന്നത്. ഞാൻ ആദ്യം വിവാഹം കഴിച്ച ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, അവൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. ഞാൻ അവളെ സ്നേഹിച്ചിട്ടില്ല, ലാളിച്ചിട്ടില്ല, ഞാൻ അവളോടൊപ്പം ജീവിച്ചിട്ടില്ല. വിവാഹം ചെയ്തു എന്നല്ലാതെ മറ്റു യാതൊരു ബന്ധവും ആ സ്ത്രീയുമായിട്ടില്ല. എങ്കിലും ഈ അവസാന നിമിഷം ഒന്ന് ചോദിച്ചു നോക്കാം, എനിക്ക് തുണയായിട്ട് ഒരാളെ കിട്ടുമില്ല. അങ്ങനെ ആദ്യത്തെ ഭാര്യയോട് ചോദിച്ചപ്പോൾ ആ ഭാര്യ പറഞ്ഞു, ഞാനെന്നും നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു, നിങ്ങളെവിടെ നിന്ന് പോകുമ്പോൾ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോൾ വലിയ ആശ്വാസമായി. എന്തായാലും ഞാൻ ഒന്നും ചെയ്യാത്ത എൻ്റെ ഭാര്യ എന്നോടൊപ്പം ഉണ്ടാവും എന്ന് പറഞ്ഞുവല്ലോ. അങ്ങനെ അത് ഒരു വലിയ ആശ്വാസമായി. പക്ഷെ അതിൽ അപകടം എന്താണെന്ന് പിന്നെയാണ് മനസ്സിലാവുന്നത്. ഇതിൽ ആദ്യത്തെ ഭാര്യ നാം ജനിച്ച് വീഴുന്ന ഭൂമിയിലേക്ക് വരുമ്പോൾ തന്നെ നമ്മളോടൊപ്പം കൂടുകയാണ്. നമ്മളുടെ പ്രവൃത്തിയുടെ ഫലങ്ങൾ, കുട്ടിക്കാലം മുതൽ ചെയ്തി കൂട്ടിയിട്ടുള്ള കർമ്മഫലങ്ങൾ, അത് നമ്മുടെ കൂടെ വന്നിട്ടേ ഇരിക്കുകയാണ്. പക്ഷെ നമ്മൾ ഒരിക്കൽ പോലും ചിന്തിക്കില്ല, ഇതെൻ്റെ കർമ്മഫലം ഞാൻ അനുഭവിക്കേണ്ടി വരുന്നു എന്ന് ചിന്തിക്കുന്നില്ല. അതുകൊണ്ടാണ് ആദ്യത്തെ ഭാര്യ കൂടെ ഉണ്ടായിട്ടും ആ ഭാര്യയെ അറിയാതെ പോയത്. ഒരിക്കലും നമ്മൾ ചിന്തിച്ചിട്ടില്ല. ഈ ഭാര്യ നമ്മൾ പോകുന്നിടത്തും വരുന്നിടത്തും സംസാരിക്കുന്നിടത്തും കളിക്കുന്നിടത്തും ചിരിക്കുന്നിടത്തും എല്ലാം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഇത് കർമ്മഫലം. പക്ഷേ
ഒരിക്കലെങ്കിലും നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരിക്കലെങ്കിലും ഞാൻ ഈ പ്രവൃത്തി ചെയ്താൽ എനിക്കിതിന് ഇന്ന ഫലമുണ്ട്, അത് ഞാൻ അനുഭവിക്കേണ്ടി വരും എന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടൊരു പ്രവൃത്തി നമ്മൾ ചെയ്തിട്ടുണ്ടോ? നമ്മളാരോട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്, തല്ലുണ്ടാക്കിയിട്ടുണ്ട്, പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. വിവാഹിതയായ സ്ത്രീ തന്നെ വിവാഹം കഴിച്ച ഭർത്താവിനോട് പെരുമാറേണ്ട രീതിയിൽ പെരുമാറാതിരിക്കുക, അത് കർമ്മഫലമാണ്. അതിനും ഫലം കിട്ടുന്നത് അനുഭവിക്കുക തന്നെ വേണ്ടി വരും, വേറെ വഴിയില്ല. എന്നാൽ ചോദിക്കും ഭർത്താവ് ചെയ്യുന്നതല്ല അതുപോലെ തന്നെ. അതല്ല, ഭാര്യ സഹധർമ്മിണി എന്ന ധർമ്മം നമ്മൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അല്ലാതെ ഭർത്താവ് എന്ത് ചെയ്യുന്നു എന്നുള്ളത് പ്രശ്നമല്ല. അത് ഭർത്തൃധർമ്മം പാലിക്കേണ്ടത് അയാളിൻ്റെ ജോലിയാണ്. നമ്മൾ ചെയ്യുന്ന മുഴുവൻ മറ്റുള്ളവരുടെ ജോലിയാണ്. നമ്മൾ ഇപ്പോൾ മകനെ പഠിപ്പിക്കണം, വളർത്തണം, അവന് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്നുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ അമ്മയുടെ ജോലിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ആ അമ്മ കുറച്ച് കഴിഞ്ഞോട്ടെ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞോട്ടെ, 10 മിനിറ്റ് കഴിഞ്ഞോട്ടെ. മുരുകൻ ഇവിടെ വിൽക്കുക, ഇപ്പം തീരെ വിൽക്കാതെ ഇത് കഴിയുമ്പോൾ ആവാം. അപ്പോൾ അത് അവരുടെ ധർമ്മമാണ്. ഒരു ദിവസം ഞാൻ ആശ്രമത്തിലുള്ള ഒരു സംഭവമാണ്. ഒരു സ്വാമി നമ്മളടുത്ത മഠാതി അവിടുത്തെ സെക്രട്ടറി ആയിട്ട് വഴക്കൂടി. അപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ വേറെ എന്തോ ഒരു വർക്ക് നടക്കുന്നു. ആ വർക്കിന് അദ്ദേഹം എതിരാണ്. അപ്പോൾ ഇത് ചെയ്യാൻ പാടില്ല, വിവേകാനന്ദ സ്വാമി ഒന്നും പറഞ്ഞിട്ടില്ല, മിഷൻ്റെ പോളിസി പെട്ടല്ല എന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കും. അവസാനം ആ സ്വാമി വെച്ച് എനിക്ക് കുറച്ച് മനസമാധാനം തരുമോ നിങ്ങൾ എന്നൊക്കെയായി. ഇത് കഴിഞ്ഞ് വന്നിരുന്നു ആ സ്വാമി വന്നു. അപ്പം ഞാൻ ആ സമയത്ത് മറ്റേ സ്വാമിയുള്ള ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടാണ് ഈ സ്വാമി. ഞാൻ ഫോൺ ചെയ്തിട്ട് സ്വാമിയോട് ചോദിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു ചോദിച്ചു, അല്ല നിങ്ങൾ ഇന്ന് വഴക്കൊന്നും ഉണ്ടാക്കിയില്ലേ? കാലത്തൊരു കോഴ്സ് കഴിഞ്ഞ് പോന്നിരുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതെന്താ? അത് വിവേകാനന്ദ സ്വാമി പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അതെ, അപ്പം അങ്ങനെ ചെയ്യാതെ വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? അത് ഇവിടുത്തെ സെക്രട്ടറി അത് ചെയ്യുന്നില്ല, അപ്പോൾ നമുക്ക് ചോദിക്കാതിരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് അങ്ങോട്ട് ചോദിച്ചു, വിവേകാനന്ദ സ്വാമി പറഞ്ഞ കാര്യങ്ങൾ നമ്മളോടല്ലേ പറഞ്ഞേ? അതെ, അത് നമ്മളല്ലേ ചെയ്യേണ്ടത്? അതെ, അത് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ സ്വാമി ഒന്ന് ആലോചിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ചെയ്യണമെന്ന് സ്വാമിജി പറഞ്ഞിട്ടുണ്ട്, പക്ഷേ നിങ്ങളുടെ സെക്രട്ടറി ചെയ്യണ്ടോ എന്ന് സ്വാമിജി പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് സെക്രട്ടറിക്ക് അറിയുള്ളൂ, നിങ്ങൾക്കറിയില്ല. പിന്നെ നിങ്ങളെന്തിനാണ് സെക്രട്ടറിയുടെ പണിയെടുക്കാൻ പോയത്? അപ്പോൾ അതേ പറയാം, അത് ശരിയാണത്, ഞാൻ എൻ്റെ ധർമ്മം ചെയ്താൽ മതി. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ക്യാഷറല്ലേ? അതെ, അപ്പോൾ പിന്നെ ആ പണി ചെയ്താൽ പോരെ. നിങ്ങളുടെ ക്യാഷിൻ്റെ അക്കൗണ്ട്സ് കറക്റ്റാണെന്ന് നോക്കിക്കോളുക. അതിനപ്പുറത്തേക്ക് നിങ്ങൾ അതെന്ത് ചെയ്തു എന്ത് ചെയ്തില്ല എന്നത് നിങ്ങളുടെ ധർമ്മമല്ല. ഇത് തന്നെയാണ് നമുക്ക് സംഭവിക്കുന്നത്. നമ്മൾ മറ്റുള്ളവരുടെ കുറവുകൾ കണ്ടുപിടിക്കും, പക്ഷെ നമ്മുടെ കുറവുകൾ കണ്ടുപിടിക്കും. ഇവിടെ ആദ്യത്തെ ഭാര്യ പുറകെ കൂടിയിട്ടുണ്ടായിരുന്നു, നമ്മൾ ഒരിക്കൽ പോലും അറിഞ്ഞില്ല ആ ഭാര്യ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ രണ്ടാമത് വിവാഹം ചെയ്തത് നമ്മുടെ ബന്ധുക്കളെയാണ്. കുട്ടിക്കാലത്ത് നിൻ്റെ അമ്മയെ ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പ്രശ്നമാവും. അമ്മയും ഞാനുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് പോലും എനിക്കറിയില്ല, പക്ഷേ എൻ്റെ അമ്മയെ കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. എൻ്റെ സഹോദരിയോ വീട്ടിലുള്ള ഒരു സാധനം കൊടുക്കാൻ തയ്യാറില്ല. എനിക്കറിയാവുന്ന ഒരു സംഭവമുണ്ട്. ഒരു കൊച്ചുകുട്ടി, അവന് 1, 2, 3 വയസ്സേ ഉള്ളൂ. അവൻ്റെ അമ്മയുടെ ചെരുപ്പ് അവൻ്റെ അമ്മൂമ്മ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഈ വീട് തമ്മിൽ വലിയ അകലമൊന്നുമില്ല, കുറച്ച് ദൂരേ ഉള്ളൂ. ഇതൊക്കെ എടുത്തുകൊണ്ട് പോയി. അവരെ ചെരുപ്പിട്ടുണ്ടാക്കി പോയി. അമ്മയും മകളുമാണ്. അമ്മ ചെരുപ്പെടുത്തോണ്ട് പോയി. അതിലിപ്പോൾ എന്താ ഇത്ര വലിയ കാര്യമല്ലേ? പക്ഷേ ഈ കുട്ടി എന്ത് ചെയ്യുന്നറിയാം? ഇത്ര നേരം കഴിഞ്ഞപ്പോൾ അമ്മ ചെരുപ്പില്ലാതെ നടക്കുന്നുണ്ട്. കൊച്ചുകുട്ടിയാ, ഒരു ഷഡ്ഡി മാത്രമേ ഇട്ടുള്ളൂ. അത് ഇട്ടുകൊണ്ട് അവൻ അമ്മൂമ്മയുടെ വീട്ടിൽ പോയി. അവിടെ പോയി. അപ്പോൾ അമ്മൂമ്മയ്ക്ക് വലിയ കാര്യമായി. അമ്മൂമ്മ വിളിച്ച് മിഠായി കൊടുത്ത് മോനെ ഒറ്റയ്ക്ക് വന്ന് എന്തിനാണെന്നൊക്കെ ചോദിച്ച് ഒക്കെ കഴിഞ്ഞിങ്ങനെ നിൽക്കേ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി ആ ചെരുപ്പ് എടുത്തുകൊണ്ട് സ്ഥലം. സോ ആ കുട്ടിയുടെ മനസ്സിൽ അതെൻ്റെ അമ്മയാണ്, അതെൻ്റെ ചെരുപ്പ്, എൻ്റെ അമ്മയുടെ ചെരുപ്പാണ്, അതെനിക്കുള്ളതാണ്. ഇത് ഭാര്യയും മക്കളും വരെ വന്നങ്ങ് അവസാനിക്കും. മാക്സിമം ചിലപ്പോൾ ഒരാഗ്രഹം കൊച്ചുമക്കൾ വരെ, അതിനപ്പുറത്തേക്ക് നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവാറില്ല. അവിടെ അവർ വന്ന് നിൽക്കും ബന്ധുക്കൾ എന്ന ഭാര്യ. അപ്പോൾ ഒരു സമയം വരെ നമ്മുടെ അച്ഛൻ, അമ്മ, മറ്റ് ബന്ധുക്കൾ, സഹോദരങ്ങൾ, കൂട്ടുകാരെ, അത് കഴിഞ്ഞ അവസാനം ഈ പറഞ്ഞ പോലെ ഭാര്യയും മക്കളും വരെ വന്ന്
നിൽക്കുമ്പോഴേക്കുമാണ് ആഗ്രഹം വീണ്ടും കൂടുന്നത്. എന്താണ്? ഭൗതികമായി എനിക്ക് പ്രശസ്തി വേണം, സമ്പത്ത് വേണം, പണം വേണം, എൻ്റെ ഭാര്യയും മക്കളൊക്കെ സുഖമായിരിക്കണം. അതിന് വേണ്ടിയിട്ട് ഭൗതിക സമ്പത്തുകൾ, വലിയ വീട് കെട്ടി ഒരുപാട് സ്ഥലം വാങ്ങിയിട്ട് മക്കൾ തന്നെ പറയും ഇതൊന്നും വാങ്ങിയിട്ടിട്ട് ഒരു കാര്യമില്ല, ഞാൻ എൻജിനീയറിങ് കഴിഞ്ഞാൽ ഞാൻ US പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ അതൊന്നും അച്ഛൻ കേൾക്കുകയില്ല. അച്ഛൻ പിന്നെ വാങ്ങിയിടുവാണ്. അവസാനം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ തന്നെ അറിയില്ല എന്ത് ചെയ്യുന്നത്. കാരണം മകൻ അമേരിക്കയിൽ നിന്ന് തിരിച്ചു വരാൻ തയ്യാറല്ല. അങ്ങനെയുള്ള ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ തന്നെ ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്, പേര് പറയാൻ പറ്റില്ല, പക്ഷെ കാണാറുണ്ട്. ഈ സമ്പത്ത്, ഭൗതിക സമ്പത്താണ് മൂന്നാമത് കഴിച്ച വേളി, മൂന്നാമത്തെ കല്യാണം. ആ സമ്പത്താണ് പറഞ്ഞത്, നിങ്ങൾ മരിച്ചാൽ ആ നിമിഷം ഞാൻ വേറൊരാളുടെ കൂടെ പോകുന്നു. ശരിയല്ലേ? മരിച്ചു കഴിഞ്ഞാൽ ആദ്യം വീട്ടിലുള്ളവർ പണപ്പെട്ടിയും കൊണ്ട് മാറ്റുന്ന, കട്ടിലിരിക്കുന്ന പണപ്പെട്ടി മാറ്റാനായിരിക്കും ആദ്യം ധൃതിപ്പെടുന്നത്. അല്ലാതെ ആ ബോഡി ഒന്ന് പുറത്തേക്ക് എടുക്കാനോ അല്ലെങ്കിൽ കുളിപ്പിക്കാനോ അതൊന്നുമല്ല. ആദ്യം ഈ സാധനം കൊണ്ട് മാറ്റുക എന്നുള്ളതാണ്. പലപ്പോഴും പല വീടുകളിലും പലതും സംഭവിച്ചിട്ടുള്ളത് നമുക്കറിയാവുന്ന കാര്യം. അതാണ് മൂന്നാമത്തെ. നാലാമത്തെ ഭാര്യയാണ് ഈ പണമൊക്കെ ആവശ്യത്തിന് വന്നു, ബന്ധുമിത്രാദികളൊക്കെ ഉണ്ട്, എല്ലാമായി. ഇപ്പോൾ കുറച്ച് പേരും പ്രശസ്തിയും വേണം. ഞാൻ രാമകൃഷ്ണ മഠത്തിൻ്റെ അധ്യക്ഷനാണ് എന്ന പദവി, അത് അലങ്കരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം, അത് വിടാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ത്യാഗം, എന്ത് വേണേലും സഹിക്കാം, പക്ഷേ എൻ്റെ പൊസിഷൻ നിലനിർത്തണം. രാഷ്ട്രീയത്തിലൊരു MLA ആവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ത്യാഗങ്ങളാണ്. 5 വർഷമേ ഉള്ളൂ, 5 വർഷം കഴിഞ്ഞാൽ വെളിയിൽ പോകണം. പിന്നെ രണ്ടാമത് ജനങ്ങൾ വോട്ട് കുത്തിയാലേ രണ്ടാമത്തെ ടൈം കിട്ടുള്ളൂ. എന്നാലും ആ പദവി അത് വിടാൻ പറ്റില്ല. അതിൽ ശ്രീകൃഷ്ണൻ കൂടെ പറയുന്നുണ്ട്, ഈ ഒട്ടകം മുള്ളു തിന്നുന്ന പോലെയാണ്. ഉണങ്ങിയ മുള്ള് ഒട്ടകം ഞാനും കണ്ടിട്ടുണ്ട് കഴിക്കും, അത് തിന്നുന്നത്. അതിങ്ങനെ കടിച്ച് അത് വായിലിട്ട് ഇങ്ങനെ ഈ പശുവായി വരക്കുന്നതിൽ ചവച്ചിട്ടേയിരിക്കും. അപ്പം ശ്രീകൃഷ്ണൻ പറയുന്നത് എന്താണെന്നാൽ ഈ മുള്ള് കടിക്കുമ്പോൾ ഇതിൻ്റെ വായിൽ മുള്ള് കൊള്ളും. അപ്പോൾ അവിടെ നിന്നൊക്കെ ചോര വരും. ഈ ചോരയും ഈ മുള്ളുമായിട്ട് ചേർന്ന് കഴിയുമ്പോൾ ഈ എൻ്റെ സ്വന്തം ചോരയാണ് എനിക്കിതിൻ്റെ മധുരം, എനിക്ക് ഒരു സ്വീറ്റ്നസ് തരുന്നത് എന്ന് ഒട്ടകം അറിയുന്നില്ല. ഒട്ടകം വീണ്ടും ഈ മുള്ളിൻ്റെ ടേസ്റ്റാണ് ഞാൻ ആസ്വദിക്കുന്നത് വിചാരിച്ച് തിന്നുകൊണ്ടിരിക്കുന്ന പറയുന്നത്. എന്നതുപോലെ ഈ അധികാരങ്ങൾ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ അത് വലിയൊരു അട്രാക്ഷൻ. അപ്പോൾ ആ സ്ഥാനമാനങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ്, ആ സ്ഥാനമാനങ്ങളുടെ ഉന്നതിയിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് മുടിയൊക്കെ കൊഴിഞ്ഞു തുടങ്ങി, തൊലിയൊക്കെ ചുളുങ്ങി തുടങ്ങി, പല്ലുകൾ ആടിത്തുടങ്ങി, കാഴ്ച മങ്ങിയിരിക്കുന്നു. അപ്പോഴാണ് സ്വയം ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ താൻ എന്തൊക്കെയോ നഷ്ടപ്പെടുത്തി, തൻ്റെ കർമ്മഫലം ഉണ്ടെന്നുള്ള അറിയാതെ അതിനെ മറന്നു, ബന്ധുക്കളെ മറന്നു, പണമുണ്ടാക്കി, ആ പണത്തെയും കുട്ടികളെയും ഭാര്യയൊക്കെ മറന്നുകൊണ്ട് പദവിക്കും സ്ഥാനമാനങ്ങൾക്കും പുറകിൽ പോയി. അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് ഈസ് ഗോയിങ് ടു ദി എൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് സിനിമയിലൊക്കെ എഴുതി കാണിക്കുന്ന പോലെ. ഇപ്പം എനിക്കറിയില്ല കേട്ടോ, ഞാൻ കുട്ടിക്കാലത്ത് കണ്ട കഥയാണ് പറഞ്ഞത്. അതുപോലെ അവസാനം എത്തി എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു. അപ്പോഴാണ് ഇത് തിരിച്ചു പോകും. ഇതെല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലുണ്ട്, എല്ലാവരിലും ഉണ്ട്, നമ്മളിലും ഉണ്ട്. നമ്മളങ്ങോട്ട് എത്തിയിട്ടില്ലെങ്കിൽ ഇനി എത്തി. ഇപ്പോഴൊരു തിരിച്ചു പോകും. ഇപ്പോൾ ഒരുപാട് പ്രായമായി കഴിയുമ്പോൾ നമുക്ക് സ്വയം തോന്നും മക്കളുടെയൊക്കെ അടുത്ത് പോയി കുറച്ച് ദിവസം നിന്നിട്ട് വരാം. എന്താ കാര്യം? ആ പഴയകാല സ്മരണകൾ, നമ്മളുടെ ആ തിരിച്ചു പോക്കുണ്ടല്ലോ, അന്നത്തെ അനുഭവങ്ങൾ, ഇതൊക്കെയാണ് പിന്നെ മനസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ എപ്പോഴെങ്കിലും ഈ ജീവിതം ഇതിങ്ങനെ നിരന്തര കഷ്ടപ്പാടുകൾക്കും ആഗ്രഹങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതല്ല. ഇടയിൽ ഈശ്വര ചിന്ത ചെയ്യണം എന്ന് നമുക്ക് തോന്നാറില്ല. അതുകൊണ്ടാണ് നമ്മളൊക്കെ ബദ്ധജീവന്മാരായി പോയത്. മറിച്ച് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ, ഇത് പറയുന്ന ഞാനും, നമ്മളൊക്കെ മുമുക്ഷുക്കളെന്ന് പറയാം. നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, ഉത്തരല്ല, പക്ഷെ ആഗ്രഹിക്കുന്നുണ്ട്. കുറച്ച് സമയമെങ്കിലും ഈ എത്രയും പരിപാടികളും തിരക്കുകളൊക്കെ ഉണ്ടെങ്കിലും ഇടയ്ക്ക് കുറച്ച് സമയം അവിടെ ഇരുന്ന് സമയം എന്തെങ്കിലുമൊക്കെ പറയും കേൾക്കാം. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ വിശ്വാസ് സാറിൻ്റെ
ക്ലാസ് ഉണ്ടാവും. പിന്നെ നിങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവും നമ്മുടെ തത്പുരുഷാൻ സ്വാമിയുടെ ക്ലാസ്സും അതുപോലെ തന്നെ സന്തോഷിൻ്റെ ഹരിനാമ കീർത്തന ക്ലാസ്സും. ഇത് രണ്ടുപേരും സന്തോഷിനെ ഇന്നലെ അല്ല രണ്ട് ദിവസം മുമ്പ് വിളിച്ച് പറഞ്ഞിരുന്നു ഇന്ന് എത്താൻ പറ്റില്ല എന്ന്. പക്ഷേ തത്പുരുഷാൻ സ്വാമി വരുമെന്ന് അറിയിച്ചില്ല. എന്നെ വിളിച്ചപ്പോഴും ഫോൺ എടുത്തില്ല, എന്താണെന്നറിയില്ല. അപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നു എന്ന് പറയുന്നത് നമ്മളുടെ ആഗ്രഹമുള്ളത് കൊണ്ടാണ്. നമ്മൾ ആഗ്രഹിക്കുന്നു പോകണം, ക്ലാസ് കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹം ഭഗവാൻ സജ്ജീകരിച്ചു. പക്ഷേ ആഗ്രഹം പോലും തോന്നാതെ ഇപ്പോൾ രാവിലെ നിങ്ങൾക്ക് ഇവിടെ ഒരാളിരിപ്പുണ്ടായിരുന്നു. ഞാൻ കുറ്റം പറയുന്നില്ല, സുരേഷ് ഇവിടെ ഇരുന്നു. നമ്മുടെ ആശ്രമത്തിൻ്റെ ഒരു ഭക്തനാണ്, നല്ല സ്നേഹമാണ്. പക്ഷേ തൻ്റെ ഗൃഹസ്ഥപരമായ കാര്യങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതുകൊണ്ട് ക്ലാസ് കേൾക്കാനിരിക്കാൻ സാധിക്കുന്നില്ല. കാരണം നാളെ കുട്ടിയുടെ പരീക്ഷയുണ്ട്, അപ്പോൾ അവന് പ്രിപ്പയർ ചെയ്യണം. അതൊരു തടസ്സമാണ്, യഥാർത്ഥത്തിൽ അതൊരു തടസ്സമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ എത്രയോ ഭാഗ്യവാന്മാരാണ്. നമ്മൾ മുമുക്ഷുക്കളെങ്കിലുമായി തീർന്നല്ലോ, ബദ്ധജീവനായിട്ട് പോകാതെ മുമുക്ഷുക്കളെങ്കിലാകാൻ സാധിച്ചു. ഇനി നമുക്കിവിടെ വേണ്ടത് നമ്മുടെ കുട്ടികളെ കൂടി ഇങ്ങനെയുള്ള വേദികളിൽ കൊണ്ടുവരണം എന്നുള്ളത് എൻ്റെ ഒരു സജഷനാണ്. കാരണം അവരിൽ കുട്ടിക്കാലത്തെ വാസന ഉണ്ടാവണം. വചനാമൃതത്തിലൊരിക്കൽ ഞാൻ ഇവിടെ വായിച്ച് പറയുണ്ടായി, സ്നാശകം പറയും, ഈ കയ്യിൽ എണ്ണ പുരട്ടിയിട്ടാണ് ചക്ക മുറിക്കുന്നതെങ്കിൽ ഈ ചക്കയിറക്ക് കയ്യിൽ പറ്റില്ല എന്ന് പറയുന്നത് പോലെ കുട്ടികളിൽ കുട്ടിക്കാലം മുതൽ ആധ്യാത്മിക വാസന ഉണ്ടാക്കിയെടുത്താൽ അവൻ വളർന്നു വന്നു കഴിയുമ്പോഴും ഗൃഹസ്ഥ ധർമ്മത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പോലും ആ വാസന നിലനിൽക്കും. അത് അവൻ്റെ ആധ്യാത്മികമായ ഉന്നമനത്തിന് ഏറെ ഉപകാരം. എന്തായാലും ഏതാണ്ട് 1 മണിക്കൂർ എന്നെ ചോദിച്ചാൽ ഒരു സന്തോഷം. ഇനിയിപ്പോൾ അടുത്ത വിഷ്ണു ചേട്ടൻ്റെ ക്ലാസ്സാണ്, 11 മണിയാകാൻ പോകുന്നു. അപ്പോൾ ഇന്ന് നേരത്തെ തന്നെ വിഷ്ണു ചേട്ടൻ കുറച്ചധികം സമയം കിട്ടും. മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടമാണ് വിഷ്ണു ചേട്ടൻ്റെ ശൈലി, എന്നെക്കാളും നിങ്ങൾക്ക് ഒക്കെ ഇഷ്ടമാണ് നിങ്ങൾക്ക് വിഷ്ണു ചേട്ടൻ്റെ ശൈലി. അപ്പോൾ ഇനി അടുത്ത വിഷ്ണു ചേട്ടൻ്റെ ക്ലാസ്സാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മളുടെ പ്രസാദം. പ്രസാദം റെഡി ആയി കഴിയുമ്പോൾ ഞാൻ ബെല്ല് തരാം. ശരി, അപ്പോൾ നമുക്കിനി ചായ കുടിക്കാം, അല്ലെങ്കിൽ